പണിമുടക്ക് സംബന്ധിച്ച മെമ്മോറണ്ടത്തിനായി നടന്ന വോട്ടെടുപ്പിൽ 65% ഡോക്ടർമാർ പങ്കെടുത്തു. ഇതിൽ 83% പേരും വ്യവസായ നടപടി തുടരാൻ വോട്ട് ചെയ്തു. സർക്കാർ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ ഇവയായിരുന്നു. അടുത്ത 3 വർഷത്തിനുള്ളിൽ പുതിയ സ്പെഷ്യാലിറ്റി പരിശീലന തസ്തികകളുടെ എണ്ണം 1000-ൽ നിന്ന് 4000-ആയി വർദ്ധിപ്പിക്കും. പുതിയ വർഷത്തിൽ അടിയന്തര നിയമനിർമ്മാണം കൊണ്ടുവന്ന UK മെഡിക്കൽ ബിരുദധാരികൾക്ക് ഈ തസ്തികകളിൽ മുൻഗണന നൽകും. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ ഡോക്ടർമാരുടെ തൊഴിൽ പ്രതിസന്ധി സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കാൻ മതിയാകുന്നതല്ലെന്ന് BMA റെസിഡന്റ് ഡോക്ടർമാരുടെ സമിതി അധ്യക്ഷൻ ജാക്ക് ഫ്ലക്ചർ വ്യക്തമാക്കി. നിലവിലുള്ള ജോലികളെ കേവലം പുതിയ ജോലികളായി രേഖകളിൽ മാറ്റി എഴുതിയതല്ലാതെ വാഗ്ദാനത്തിൽ പുതിയ തൊഴിലവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ശമ്പളം പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ പുരോഗതി ഉണ്ടായില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. പണിമുടക്ക് സമയത്ത് രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി NHS ഇംഗ്ലണ്ടുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും ഡോക്ടർ ഫ്ലക്ചർ വ്യക്തമാക്കി. പ്രശ്നപരിഹാരത്തിന് ആരോഗ്യവകുപ്പുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്നും